നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മൂന്നാർ നടയാർ എസ്റ്റേറ്റിൽ കാട്ടാനാക്രമണത്തിൽ ഓട്ടോറിക്ഷയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. പിരിമേട് ഏലപ്പാറയിലും കാട് കയറാതെ കാട്ടാന ഭീതി പരത്തുന്നു. ഇടമലയിലേക്കുള്ള റോഡിൽ തമ്പടിച്ച് കുഞ്ഞുങ്ങളുമായി കാട്ടാനക്കൂട്ട്. ഇടുക്കി സീറ്റിനെ ചൊല്ലി ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങൾ അടിസ്ഥാനരഹിതമെന്നും അനാവശ്യമെന്നും KPCC സെക്രട്ടറി MN ഗോപി. ചില സ്ഥാനാർത്ഥി മോഹികൾ മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന വിവാദം. കട്ടപ്പന നഗരസഭയുടെ കീഴിലുള്ള ടൗൺ ഹാൾ നവീകരിച്ചത് അഴിമതിക്ക് വേണ്ടിയാണെന്ന ആരോപണവുമായി CPI പ്രാദേശിക നേതൃത്വം. വിജിലൻസ് അന്വേഷണം വേണമെന്നും CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഗിരീഷ് മാലിയിൽ. അടിമാലിയിൽ നിന്നും വൈസന്മാലി മുട്ടുകാട് ഭാഗത്തേക്ക് രാത്രി 7:30-ക്കുണ്ടായിരുന്ന KSRTC ബസ് സർവീസ് പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തം. കോവിഡ് കാലത്ത് നിലച്ചുപോയ ബസ് സർവീസ് പിന്നീട് പുനരാരംഭിക്കുന്നതിന് നടപടി സ്വീകരിച്ചില്ല. വിശദമായ വാർത്തകളിലേക്ക്. ആദ്യം നോക്കാം ചിഹ്നം വിളിച്ച് കൊമ്പന്മാർ. മൂന്നാർ നടയാർ എസ്റ്റേറ്റിൽ കാട്ടാനാക്രമണത്തിൽ ഓട്ടോറിക്ഷയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. പ്രദേശത്തെ കൃഷിയും കാട്ടാനകൾ നശിപ്പിച്ചു. വേനൽക്കാലം ആരംഭിച്ചതോടെ മൂന്നാർ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാകുകയാണ്. മഴ മാറി വേനൽക്കാലം ആരംഭിച്ചതോടെ മുൻവർഷത്തെ എന്ന പോലെ മൂന്നാർ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാവുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ മൂന്നാർ നടയാർ എസ്റ്റേറ്റിൽ കാട്ടാന ആക്രമണമുണ്ടായി. 3 ആനകളാണ് ജനവാസ മേഖലയിലെത്തി നാശം വരുത്തിയത്. കാട്ടാനാക്രമണത്തിൽ ഓട്ടോറിക്ഷയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. നടയാർ നോർത്ത് ഡിവിഷൻ സ്വദേശി ബാലകൃഷ്ണന്റെ ഓട്ടോറിക്ഷയ്ക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. എസ്റ്റേറ്റ് ലയത്തിന് സമീപം നിർത്തിയിട്ടിരിക്കുകയായിരുന്നു വാഹനം. പ്രദേശത്തെ കൃഷിയും കാട്ടാനകൾ നശിപ്പിച്ചു. വേനൽക്കാലം ആരംഭിച്ചതോടെ മൂന്നാർ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാകുകയാണ്. കാട്ടാനകൾ ജനവാസ മേഖലയിലിറങ്ങി സ്വൈര്യവിഹാരം നടത്താൻ തുടങ്ങിയതോടെ തൊഴിലാളി കുടുംബങ്ങളിൽ ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാൻ ആളുകൾ ഭയക്കുന്നു. വീടുകൾക്ക് നേരെ കാട്ടാനാക്രമണം ഉണ്ടാകുമോ എന്ന ഉൾഭയം എല്ലാവർക്കുമുണ്ട്. മുൻ വർഷങ്ങളിലും വേനൽക്കാലത്ത് കാട്ടാനകൾ കൂടുതലായി ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുകയും ജനജീവിതം കൂടുതൽ ദുസ്സഹമാകുകയും ചെയ്തിരുന്നു. സിറ്റി വിഷൻ മൂന്നാർ. ജനവാസ മേഖലയെ ഭയപ്പെടുത്തിക്കൊണ്ട് കാട്ടാന പീരുമേട്ടിൽ തുടരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ഏലപ്പാറ ടൗണിന് സമീപം ശാന്തിനഗറിലും പുതുലയത്തിലും കാട്ടാനയെത്തി. കാട്ടാനയെ തിരികെ കാട്ടിലേക്ക് കയറ്റിവിടാൻ വനംവകുപ്പ് ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഇതെല്ലാം വിഫലമാകുകയാണ്. ഇതിനിടെ ജനവാസ മേഖലയിലേക്ക് കാട്ടാന കടക്കാതിരിക്കാനുള്ള നടപടിക്രമങ്ങളെല്ലാം മന്ദഗതിയിലാണ് മുൻപോട്ട് പോകുന്നതെന്ന് ജനപ്രതിനിധികൾ ആരോപിക്കുന്നു. കഴിഞ്ഞ ദിവസം മുതൽ ആന ഏലപ്പാറയിലും പരിസര പ്രദേശങ്ങളിലുമായി ഉണ്ടായിരുന്നു. രാത്രിയോടെ ഏലപ്പാറ ടൗണിന് സമീപം ശാന്തിനഗർ ഭാഗത്തെത്തി. ഇവിടെ വീടുകളിലുണ്ടായിരുന്ന ആളുകൾ ആനയെ കണ്ട് ബഹളം വെച്ചതോടെ ആന സമീപത്തെ തേയിലത്തോട്ടത്തിലേക്ക് കയറി പുതുലയം ഭാഗത്ത് എത്തുകയായിരുന്നു. ഈ സമയം ഈ ഭാഗത്തു കൂടി ഓട്ടോറിക്ഷയിൽ വരികയായിരുന്ന യാത്രക്കാർ റോഡരികിൽ നിൽക്കുന്ന കാട്ടാനയെ കണ്ട് ഭയന്ന ഇവർ വാഹനത്തിൽ നിന്നും ഇറങ്ങിയോടി രക്ഷപ്പെട്ടു. കാട്ടാന സമീപത്തെ ലയങ്ങളുടെ അരികിലെത്തി ഇവിടെയുണ്ടായിരുന്ന വാഴകൾ ഭക്ഷിച്ച ശേഷം ലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ തുടങ്ങിയപ്പോൾ അവിടെയുള്ള സ്ത്രീകൾ കാട്ടാനയെ നേരിൽ കണ്ടു. ഇവർ ബഹളം വെച്ചതോടെ കാട്ടാന വീണ്ടും തേയിലത്തോട്ടത്തിലേക്ക് കയറി. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മർ ഫാറൂഖ്, മറ്റ് സന്നദ്ധ പ്രവർത്തകർ, വനംവകുപ്പ്, പോലീസ് എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തി കാട്ടാനയെ തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല. നിരവധി തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ പണിക്കിറങ്ങുന്നതും അധിവസിക്കുന്നതുമായ മേഖലയിലാണ് കാട്ടാന ഇറങ്ങിയത്. ആന ഇറങ്ങി വീട്ടിൽ താഴെ ഇറങ്ങി പോകുമ്പോൾ ആന എൻ്റെ മുമ്പ് വന്ന് നിൽക്കുമായിരുന്നു. അതിന് മുന്നേ അവിടെ വാര അവിടെ വെട്ടി അവിടെ വലിച്ച് താഴോട്ട് ഇറങ്ങി പോകുമ്പോൾ കയ്യാലൊക്കെ പോയിട്ടുണ്ട്. അവിടെ അതിലേ കയറി ഇതിലേ വരുമ്പോഴാണ് ലയൻസിലടുത്ത് ഞാൻ ഇറങ്ങി ഈ പോസ്റ്റിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ആന നേരിട്ട് കണ്ടപ്പോഴാണ് ഇങ്ങോട്ട് ഓടി വരുമ്പോഴാണ് പിള്ളേരുടെ കഥവൊക്കെ തുറന്നല്ലേ കിടക്കുന്നത്. കഥവടയ്ക്കാനായിട്ട് എല്ലാവരും വിളിച്ച് പറയുകയും ചെയ്യും. ഞങ്ങൾ ഒറ്റയ്ക്കാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പണിക്കൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു നടപടിക്ക് എടുത്തായിരുന്നു സാറേ. ഫോറസ്റ്റുകാർ വന്നെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടില്ല.
താഴെ വന്നത് ഫോറസ്റ്റുകാരൊക്കെ വന്നെന്ന് പറഞ്ഞ്, പക്ഷെ ഞങ്ങൾ അവരെ കണ്ടില്ല. ഇവിടെയൊക്കെ റിപ്പോർട്ടെന്ന് പറഞ്ഞു. സ്കൂളുകൾ, ആരാധനാലയങ്ങൾ, നിരവധി കുടുംബങ്ങൾ അധിവസിക്കുന്നതുമായ മേഖലയിലാണ് കാട്ടാനയെത്തിയത്. അതേസമയം ഇന്നു പുലർച്ചെ കുട്ടിക്കാനം തട്ടാത്തിക്ക് സമീപം ചതുപ്പ് ഭാഗത്ത് കാട്ടാനയെ കണ്ടതായി വനംവകുപ്പ് അധികൃതർ പറഞ്ഞു. ഏലപ്പാറ ഭാഗത്തെത്തിയ കാട്ടാനയാണെന്ന കാര്യത്തിൽ ഇതുവരെയും സ്ഥിരീകരണം ഉണ്ടായിട്ടുമില്ല. വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ആനയെ നിരീക്ഷിച്ചു വരികയുമാണ്. ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പകൽ സമയത്ത് കാട്ടാനയെ തുരത്തുക പ്രയാസമേറിയ ഒരു കാര്യമായതിനാൽ രാത്രി സമയത്ത് ആനയെ കാട്ടിലേക്ക് കയറ്റിവിടാൻ വനംവകുപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കാട്ടാന ഓരോ നിമിഷവും പല സ്ഥലങ്ങളിലേക്ക് മാറുന്നതിനാൽ ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുമുണ്ട്. അതേസമയം കേന്ദ്ര ഫണ്ടിൽ നിന്നും MP അനുവദിച്ച വനാതിർത്തിയിലെ ഫെൻസിംഗ് നിർമ്മിക്കുവാനുള്ള തീരുമാനവും വനംവകുപ്പ് വീഴ്ച വരുത്തിയെന്നും ഉടൻ തന്നെ സെൻസിംഗ് ജോലികൾ പുനരാരംഭിക്കണമെന്നും ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനയെ മയക്കുവെടി വെച്ച് പിടിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മർ ഫാറൂഖ് ആവശ്യപ്പെട്ടു. ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് പറയുവാനുള്ളത് കൃത്യമായ രീതിയിലുള്ള RRTയുടെ പരിശോധന ഇവിടെ കൃത്യമാക്കണം. അതേപോലെ തന്നെ കേന്ദ്ര ഫണ്ടിൽ നിന്നും MP ഉൾപ്പെടെയുള്ള ആൾക്കാർ ഫണ്ട് അനുവദിച്ചിട്ടും ഇതുവരെയായിട്ടും വനമേഖലാ കേന്ദ്രങ്ങളിൽ ഇതുവരെയായിട്ടും ഫെൻസിംഗ് പോലും നടത്താത്ത സാഹചര്യമാണ് ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇത്തരത്തിലേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഓഫീസ് ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികളുമായി പഞ്ചായത്ത് മുന്നോട്ട് പോകും. RRTയുടെ പെട്രോളിംഗ് ഏലപ്പാറയിൽ ഉറപ്പുവരുത്തണമെന്നും വനംവകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വനംവകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകുമെന്നും OS ഉമർ ഫാറൂഖ് പറഞ്ഞു. സിറ്റി വിഷൻ, ഏലപ്പാറ. ഇടമലക്കുടിയിലും കഴിഞ്ഞ കുറച്ചു നാളുകളായി കാട്ടാന ശല്യം രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇടമലക്കുടിയിലേക്കുള്ള റോഡിൽ കാട്ടാന കൂട്ടം നിലയുറപ്പിച്ചു. കുടിയിലേക്ക് പോവുകയായിരുന്ന ജീപ്പ് ഏറെ നേരം വഴിയിൽ കുടുങ്ങി. തുടർന്ന് കാട്ടാനക്കൂട്ടം കാട് കയറിയതിനു ശേഷമാണ് വാഹനം മുമ്പോട്ട് പോയത്. ഇടമലക്കുടി പഞ്ചായത്ത്, സ്കൂള് എന്നിവിടങ്ങളിലെല്ലാം ഇപ്പോൾ കാട്ടാന സാന്നിധ്യം പതിവാണ്. അജ്ഞാത ജീവിയുടെ സാന്നിധ്യമുള്ള കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ MP ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്ന കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചതായി യോഗത്തിൽ MP കുറ്റപ്പെടുത്തി. കഴിഞ്ഞ കുറച്ചു ദിവസമായി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മഴുവടി ഉൾപ്പെടുന്ന മേഖലകളിലാണ് അജ്ഞാത ജീവിയുടെ സാന്നിധ്യമുണ്ടായത്. ഡ്രോൺ ഉപയോഗിച്ച് ക്യാമറ സ്ഥാപിച്ച് നടത്തിയ പരിശോധനകളിൽ കാര്യമായ ഗുണം ലഭിച്ചില്ല. ഇതിനെ തുടർന്നാണ് സർവകക്ഷി യോഗം സംഘടിപ്പിച്ചത്. MP ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ കഞ്ഞിക്കുഴി പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോമളം മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് MP കുറ്റപ്പെടുത്തി. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് സ്വാഗതാർഹമാണ്. എന്നാൽ അക്കാര്യത്തിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭയാശങ്ക മാറുന്ന വിധത്തിലേക്ക് അത് വന്നിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അത് നിങ്ങൾ അംഗീകരിക്കണം. കാരണം ഇന്ന് രാവിലെ പോലും പറയപ്പെടുന്ന രീതിയിൽ ആരൊക്കെയോ കണ്ടു എന്നുള്ള റിപ്പോർട്ടിംഗ് ഉണ്ടായി. അപ്പൊ അവിടെ സന്ദർശിച്ചു, മനസ്സിലാക്കി എന്നും നിങ്ങൾ പറയുകയുണ്ടായി. അപ്പൊ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് നമ്മുടെ വെറ്ററിനറി സർജൻ ഉൾപ്പെടെ വന്ന് നോക്കി ആ പട്ടിയുടെ ദേഹപരിശോധന നടത്തി. പുലിയല്ല എന്നുള്ളത് കൺഫേം ചെയ്തു എന്നുള്ളത് പറയുന്നു. അതോടൊപ്പം തന്നെ കാൽപ്പാടുകൾ ഒരിക്കലും പുലിയുടേതല്ല എന്ന് കൺഫേം ചെയ്തു എന്ന് അഷ്വർ ചെയ്തു. യോഗത്തിൽ വനംവകുപ്പിനെതിരെ കടുത്ത വിമർശനമാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഉന്നയിച്ചത്. മൂന്നാർ DFO സാജു, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി തുടങ്ങിയ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. അജ്ഞാത ജീവിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മൂന്നാർ DFO ഉറപ്പ് നൽകി. സിറ്റി വിഷൻ, ഇടുക്കി. വിസ്ത ലൈൻ പദ്ധതിക്ക് തുടക്കമായി. കണ്ണമ്പടി ആദിവാസി ഉന്നതിയിലേക്കുള്ള യാത്രയിൽ റോഡിന്റെ ഇരു സൈഡുകളിലും കാഴ്ച മറച്ചു നിൽക്കുന്ന കാടുകളും കുറ്റിച്ചെടികളും വെട്ടിമാറ്റി യാത്ര സുഗമമാക്കുന്ന വിസ്ത ലൈൻ പദ്ധതിക്കാണ് തുടക്കമായതായി അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ B പ്രസാദ് കുമാർ അറിയിച്ചു. ആദിവാസി ഉന്നതകളിലേക്കുള്ള യാത്ര സുഗമമാക്കാൻ വിസ്ത ലൈൻ പദ്ധതിക്ക് തുടക്കമായി. കണ്ണമ്പടി ആദിവാസി ഉന്നതിയിലേക്കുള്ള യാത്രയിൽ റോഡിന്റെ ഇരുവശങ്ങളിലും കാഴ്ച മറച്ചു നിൽക്കുന്ന കാടുകളും കുറ്റിച്ചെടികളും വെട്ടിമാറ്റി യാത്ര സുഗമമാക്കുന്ന വിസ്ത ലൈൻ പദ്ധതിക്ക് തുടക്കമായതായി അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ B പ്രസാദ് കുമാർ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ഉന്നതികളിലോട്ടുള്ള വഴിയുടെ ഇരുവശങ്ങളിലും അടിക്കാടുകളും കാഴ്ച മറയ്ക്കുന്ന കുറ്റിച്ചെടികളും വെട്ടി
മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായുള്ള വിസ്താലയം പണിയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഇതൊരു പരിധിവരെ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനും മൃഗസാന്നിധ്യം മുൻകൂട്ടി കണ്ട് യാത്രക്കാർക്ക് അത് ഒഴിവാക്കി പോകുന്നതിനും ഉന്നതികളിലോട്ടുള്ള ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു പണിയാണ് ഇത്. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് വിസ്താലയൻ പദ്ധതി ആരംഭിച്ചത്. വനത്തിലൂടെയുള്ള യാത്രയിൽ റോഡിന്റെ വശങ്ങളിൽ വന്യജീവികൾ ഉണ്ടെങ്കിൽ യാത്രക്കാർക്ക് മുൻകൂട്ടി കാണുവാൻ വേണ്ടിയാണ് റോഡരികിലുള്ള കാടുകളും കുറ്റിച്ചെടികളും വെട്ടിമാറ്റുന്നത്. കൊല്ലത്തിക്കാവ്, മേമാരി, കത്തിതേപ്പൻ എന്നീ EDCകളുടെ കീഴിലുള്ള 15 കിലോമീറ്റർ ഭാഗങ്ങളാണ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. EDCകളുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. റോഡിന്റെ ഇരുവശങ്ങളും 3 മുതൽ 5 മീറ്റർ വീതിയിലാണ് വൃത്തിയാക്കുന്നത്. ഇത് പൊതുജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുമെന്നും അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ പറഞ്ഞു. സിറ്റി വിഷൻ ന്യൂസ്, ഉപ്പുതറ. ഇടുക്കി സീറ്റിനെ ചൊല്ലി ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങൾ അടിസ്ഥാനരഹിതമെന്നും അനാവശ്യമെന്നും KPCC സെക്രട്ടറി MN ഗോപി. ചില സ്ഥാനാർത്ഥി മോഹികൾ മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന വിവാദമാണിത്. ചില ആളുകൾക്ക് കുറുക്കുവഴിയിലൂടെ സ്ഥാനാർത്ഥിയാകുവാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. ഇവർ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളാണെന്നും ഇടുക്കി സീറ്റുമായി ബന്ധപ്പെട്ട് UDFിലോ കോൺഗ്രസിലോ യാതൊരുവിധ ചർച്ചകളും ഇതുവരെയും നടന്നിട്ടില്ലെന്നും നിലവിലുള്ള മുന്നണി ധാരണ വരുന്ന തെരഞ്ഞെടുപ്പിലും തുടരുമെന്നും MN ഗോപി സിറ്റി വിഷനോട് പറഞ്ഞു. സ്ഥാനപരമായി ശരിയായ കാര്യമല്ല. ഇപ്പോൾ ഇടുക്കി ഏറ്റെടുക്കാനോ ഉടുമ്പൻചോലയിലും പീരുമേടിലും ദേവികുളത്തും സ്ഥാനാർത്ഥികളാകുന്ന ആരാണ് എന്നതിനെ സംബന്ധിച്ചൊന്നും കോൺഗ്രസ് പാർട്ടി ഇതുവരെ ഒരു തീരുമാനവും ചർച്ചയും ചെയ്തിട്ടില്ല. അതിനുള്ള സമയമായി വരുന്നതേ ഉള്ളൂ. കോൺഗ്രസിന്റെ ക്യാമ്പ് ഇന്നലെയാണ് സമാപിച്ചത്. ആ ക്യാമ്പിന് ശേഷം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ കൂടി ഇനി നടത്തേണ്ട പരിപാടികളെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വരുന്നേ ഉള്ളൂ. ഇപ്പൊ ഉണ്ടാക്കുന്ന ഈ വിവാദം ചില ആളുകൾക്ക് കുറുക്ക് വഴിയിലൂടെ അകത്ത് കയറുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. അത് ഈ പാർട്ടിയെ തിരിച്ചറിയാത്തവരും പാർട്ടിയുടെ നിലപാടുകൾ അറിയാത്ത ആളുകളുമാണ് ഇതിന് പിന്നിലുള്ളത്. ചില വാർത്തകൾ ബോധപൂർവ്വം സൃഷ്ടിച്ച് സ്ഥാനാർത്ഥിത്വം അവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതിന്റെ ഭാഗമാണോ എന്നുകൂടി ഈ തരുണത്തിൽ നമ്മൾ സംശയിക്കേണ്ടതായിരിക്കുന്നുണ്ട്. ഇപ്പൊ വരുന്ന വാർത്തകൾക്കൊന്നും ഒരു അടിസ്ഥാനമില്ല. കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി ഇടുക്കി സീറ്റ് വീണ്ടെടുക്കണം, തിരിച്ചെടുക്കണം എന്ന് ഒരു ഘടകത്തിലും ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കേണ്ടതായി വന്നാൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കൂടി അത് തീരുമാനിക്കുകയും ആ ആവശ്യം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്യും. അപ്പോൾ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം UDFുമായി ചർച്ച ചെയ്തിട്ടാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അതൊന്നും ഉണ്ടാകാതെ ചില ആളുകൾ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളായൊക്കെ മാറുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കെട്ടുറപ്പിനും കോൺഗ്രസിന്റെ രാഷ്ട്രീയ തിരിച്ചുവരവിനും എതിരാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കട്ടപ്പന നഗരസഭയുടെ കീഴിലുള്ള ടൗൺ ഹാൾ നവീകരിച്ചത് അഴിമതിക്ക് വേണ്ടിയാണെന്ന ആരോപണവുമായി CPI പ്രാദേശിക നേതൃത്വം. 4 പതിറ്റാണ്ടിലധികം പഴക്കമുള്ള കെട്ടിടം പുതുക്കി പണിയുന്നതിനു പകരം നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് അഴിമതി നടത്താനാണെന്നും വിജിലൻസ് അന്വേഷണം വേണമെന്നും CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഗിരീഷ് മാലിയിൽ ആവശ്യപ്പെട്ടു. 40 വർഷത്തിലധികം പഴക്കമുള്ള ടൗൺ ഹാൾ കെട്ടിടം കാലപ്പഴക്കത്താൽ ശോചനീയാവസ്ഥയിലായതിനെ തുടർന്നാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. എന്നാൽ കെട്ടിടം പൊളിച്ചുമാറ്റി പുതുക്കി പണിയുന്നതിനു പകരം നവീകരണം നടത്തിയിരിക്കുന്നത് അഴിമതിക്ക് വേണ്ടിയാണെന്ന ആരോപണമാണ് CPI പ്രാദേശിക നേതൃത്വം ഉന്നയിക്കുന്നത്. കെട്ടിടം ഇപ്പോഴും ശോചനീയാവസ്ഥയിലാണെന്നും 9 ലക്ഷം രൂപ മുടക്കി നടത്തിയ നവീകരണ പ്രവർത്തനങ്ങൾ അഴിമതിക്ക് വേണ്ടിയുമെന്നാണ് ആരോപണം. വിജിലൻസ് അന്വേഷണം വേണമെന്നും CPI ലോക്കൽ സെക്രട്ടറി ഗിരീഷ് മാലിയിൽ പറഞ്ഞു. അതിന്റെ ഉള്ളറകളിലേക്ക് ചെല്ലുമ്പോൾ എല്ലാ ജനലുകളും പൂർണ്ണമായിട്ടും കാറ്റ് കയറാൻ പറ്റാത്ത അവസ്ഥയിൽ ജനലുകളെല്ലാം പാനൽ ചെയ്ത് അടച്ചിരിക്കുകയാണ്. കാറ്റും കയറുന്നില്ല, വെളിച്ചവും കയറാൻ പറ്റാത്ത അവസ്ഥയാണ് പകല്. ആ അവസ്ഥയിലാക്കിയാണ് ഈ ടൗൺ ഹാള് ഇപ്പോൾ നവീകരിച്ചിരിക്കുന്നത്. ഈ നവീകരണവുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി ആരോപണം മുമ്പ് ഉയർന്നിട്ടുള്ളതാണ്. ഇത് സംബന്ധിച്ച് ഒരു വിജിലൻസ് എൻക്വയറിക്ക് തയ്യാറാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. കാലപ്പഴക്കത്താൽ ഭിത്തിയിൽ വീണ വിള്ളലുകൾ സിമന്റ് ഉപയോഗിച്ച് അടയ്ക്കുകയും വയറിംഗ് മാറ്റി ചെയ്യുന്നതടക്കമുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതേസമയം നവീകരണ പ്രവർത്തനം നടത്തിയ കെട്ടിടത്തിനുള്ളിൽ കാറ്റും വെളിച്ചവും പോലും കടക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ആരോപണമുണ്ട്. സിറ്റി വിഷൻ, കട്ടപ്പന. അടിമാലിയിൽ നിന്നും വൈസന്മാലി മുട്ടുകാട് ഭാഗത്തേക്ക് രാത്രി 7:30-ക്കുണ്ടായിരുന്ന KSRTC ബസ് സർവീസ് പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തം. കോവിഡ് കാലത്ത് നിലച്ചുപോയ ബസ് സർവീസ് പിന്നീട് പുനരാരംഭിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. പഠനാവശ്യങ്ങൾക്കുൾപ്പെടെ അയൽ ജില്ലകളിൽ പോയി രാത്രി വൈകി മടങ്ങിയെത്തുന്ന വൈസന്മാലി മുട്ടുകാട് നിവാസികൾക്ക്
അടിമാലിയിൽ നിന്നുള്ള യാത്രയ്ക്ക് സഹായിച്ചിരുന്ന അവസാന ബസ് സർവീസ് പുനരാരംഭിക്കണമെന്നാണ് ആവശ്യം. ബൈസൺവാലി മുട്ടുകാട് മേഖലയിൽ നിന്നും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ദിവസവും നിരവധി ആളുകളാണ് അയൽ ജില്ലകളിലേക്കും ഇടുക്കിയുടെ തന്നെ വിവിധ ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കുന്നത്. നാട്ടിലേക്കുള്ള മടക്കയാത്രയിൽ ഇവരിൽ പലരും രാത്രി വൈകിയാണ് അടിമാലിയിൽ എത്തിച്ചേരാറുള്ളത്. അത്തരം സാഹചര്യത്തിൽ ബൈസൺവാലിയിലേക്കും മുട്ടുകാട്ടിലേക്കുമൊക്കെയുള്ള യാത്രയ്ക്ക് സഹായിച്ചിരുന്ന രാത്രി 7:30-ക്കുണ്ടായിരുന്ന KSRTC ബസ്സാണ് കോവിഡ് കാലത്തിന് ശേഷം നിലച്ചുപോയത്. കോവിഡ് കാലത്തിന് മുമ്പ് വരെ മികച്ച രീതിയിൽ നടന്നു വന്നിരുന്ന സർവീസ് കോവിഡ് കാലത്ത് നിലച്ചു. പിന്നീട് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ബസ് സർവീസ് പുനരാരംഭിച്ചില്ലെന്നും ബസ് സർവീസ് പുനരാരംഭിക്കാൻ നടപടി വേണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. എറണാകുളം പോലെയുള്ള നഗരങ്ങളിൽ ഇവിടുന്നുള്ള യുവാക്കളും യുവതികളും പോയി ജോലി ചെയ്ത് അവരുടെ അവധി ദിവസം ആഘോഷിക്കാൻ വേണ്ടി സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ അടിമാലിയിൽ നിന്നും മുട്ടുകാട് വരെ എത്തിച്ചേരുവാൻ ഉള്ള ഒരു ബസ് സൗകര്യ സേവനം കൊറോണയ്ക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ കൊറോണയ്ക്ക് ശേഷം അത് മൂന്നാറിലേക്ക് മാറ്റുകയുണ്ടായി. അത് തിരിച്ച് ബൈസൺവാലി പഴയ റൂട്ടാക്കി തന്നെ നിലനിർത്തി ഞങ്ങൾക്ക് തിരികെ ആ ഒരു സേവനം ലഭ്യമാക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിലവിൽ 6:30-ക്ക് ഒരു KSRTC ബസ് ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ബസ് പണിമുടക്കിയാൽ വൈകിട്ട് 5:45-നാണ് ബൈസൺവാലി മേഖലയിലേക്കുള്ള അവസാന ബസ്. ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുമൊക്കെ അയൽ ജില്ലകളിൽ താമസിക്കുകയും വാരാന്ത്യങ്ങളിൽ തിരികെ എത്തുകയും ചെയ്യുന്ന ആളുകൾ പ്രധാനമായി ആശ്രയിച്ചിരുന്ന ബസ് സർവീസാണ് നിലച്ചുപോയത്. അടിമാലി മേഖലയിലേക്ക് ദിവസവും ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് വന്നു പോകുന്നവർക്കും ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യുന്നവർക്കും രാത്രി 7:30-ന്റെ ബസ് സർവീസ് ആവശ്യമായിരുന്നു. രാത്രി 7-ന് ശേഷം അടിമാലിയിലെത്തുന്നവർ വലിയ തുക നൽകി വാഹനം വിളിച്ച ബൈസൺവാലി മുട്ടുകാട് ഭാഗത്തേക്ക് പോകേണ്ടുന്ന സ്ഥിതിയുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് നിലച്ച ബസ് സർവീസ് പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുള്ളത്. സിറ്റി വിഷൻ, അടിമാലി. ഇനി ചെറിയൊരിടവേള. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. അടിമാലി ടൗണിൽ ലൈബ്രറി റോഡിൽ നിന്ന് ആരംഭിച്ച ടെക്നിക്കൽ ഹൈസ്കൂളിന് സമീപം ദേശീയപാതയിൽ സംഗമിക്കുന്ന ബൈപ്പാസ് റോഡിന്റെ തകർന്ന ഭാഗത്തെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാവശ്യം. ടാറിംഗ് പൂർണ്ണമായി ഇളകിയ ഭാഗത്തുകൂടി ചെറുവാഹനങ്ങൾ പ്രയാസപ്പെട്ടാണ് കടന്നു പോകുന്നത്. അടിമാലി മണ്ണിടിച്ചിൽ ദുരന്ത സമയത്ത് വാഹനങ്ങൾ വഴിതിരിച്ചു വിട്ടതോടെയായിരുന്നു ബൈപ്പാസ് റോഡ് തകർന്നത്. അടിമാലി ടൗണിൽ ലൈബ്രറി റോഡിൽ നിന്ന് ആരംഭിച്ച ടെക്നിക്കൽ ഹൈസ്കൂളിന് സമീപം ദേശീയപാതയിൽ സംഗമിക്കുന്ന ബൈപ്പാസ് റോഡ് ദിവസവും യാത്രയ്ക്കായി നിരവധി ആളുകൾ ആശ്രയിക്കുന്ന പാതയാണ്. ഈ പാതയിൽ ലക്ഷം വീട് നഗറിന് സമീപമുള്ള ഭാഗമാണ് പൂർണ്ണമായി തന്നെ തകർന്നിട്ടുള്ളത്. ടാറിംഗ് പൂർണ്ണമായി ഇളകി വലിയ കുഴികൾ രൂപം കൊണ്ടു കഴിഞ്ഞു.
ഈ ഭാഗത്തു കൂടി ചെറുവാഹനങ്ങൾ പ്രയാസപ്പെട്ടാണ് കടന്നു പോകുന്നത്. റോഡിന്റെ തകർന്ന ഭാഗത്തെ അറ്റകുറ്റപ്പണികൾ നടത്താൻ നടപടി വേണമെന്നാണ് ആവശ്യം. കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞ ദുരന്തത്തിൽ ഈ റോഡ് ബൈപ്പാസായിട്ട് ഉപയോഗിക്കുകയും വലിയ വണ്ടികൾ വാഹനങ്ങളെല്ലാം പോവുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഈ റോഡ് അങ്ങോട്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം ഇപ്പം സഞ്ചാരയോഗ്യമല്ല. അപ്പം അധികാരികൾ എത്രയും പെട്ടെന്ന് ഇടപെട്ട് ഈ റോഡ് നന്നാക്കണമെന്ന് നാട്ടുകാരായ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അടിമാലി മണ്ണിടിച്ചിൽ ദുരന്ത സമയത്ത് വാഹനങ്ങൾ വഴിതിരിച്ചു വിട്ടതോടെയായിരുന്നു ബൈപ്പാസ് റോഡ് തകർന്നത്. ഈ സമയം നിരന്തരം വലിയ ഭാരവാഹനങ്ങൾ ഇതുവഴി കടന്നുപോയത് റോഡ് തകരാൻ ഇടയാക്കി. നിലവിൽ തകർന്ന ഭാഗത്ത് അറ്റകുറ്റപ്പണികൾ വൈകിയാൽ റോഡ് കൂടുതൽ തകരുകയും ഇരുചക്ര വാഹനങ്ങളും മറ്റും അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. സിറ്റി വിഷൻ, അടിമാലി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ദുരുദ്ദേശപരമായി യോഗം ജനറൽ സെക്രട്ടറിയെ ഒറ്റപ്പെടുത്തി ആക്രമിച്ച് കലാപാഹ്വാനം നടത്തിയ യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റിനെതിരെയും ആശയ കലാപം സൃഷ്ടിച്ച തീവ്രവാദികളെ സംരക്ഷിക്കുന്ന റിപ്പോർട്ടർ ചാനലിനെതിരെയും പ്രതിഷേധമുയർത്തിക്കൊണ്ടും നാളെ വൈകിട്ട് 4:30 രാജാക്കാട് ടൗണിൽ SNDP യോഗം രാജാക്കാട് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പുതുവത്സര കലണ്ടറിൽ 2026 ഫെബ്രുവരിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. അക്കങ്ങളും ആഴ്ചകളും ഒരേ ക്രമത്തിൽ വന്നിട്ടുള്ളത് ഒരേ സമയം അപൂർവതയും കൗതുകവും ഉണർത്തുന്നത്. ഈ പ്രതിഭാസം 823 വർഷത്തിലൊരിക്കൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഫെബ്രുവരി 1 മുതൽ ആരംഭിക്കുന്ന ഞായറാഴ്ചകൾ ക്രമമായി 4 ദിവസം തുടർച്ചയായി കൃത്യം 4 ദിവസം വരുന്നു. തുടർന്നുള്ള തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളും ഇതുപോലെ 4 ദിവസം വീതം തുടർച്ചയായി വരികയാണ്. അങ്ങനെ 1 മുതൽ ഫെബ്രുവരി 28 വരെയുള്ള തീയതികളും ആഴ്ചകളും 4 വീതം കൃത്യമായി വരുന്നു എന്നുള്ളതാണ് കൗതുകകരമായിട്ടുള്ളത്. ഈ പ്രതിഭാസം 823 വർഷത്തിലൊരിക്കൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഇതിനെ മിറാക്ലിൻ എന്നാണ് പറയുന്നത്. ഇനി ഇങ്ങനെയൊരു അത്ഭുത കാഴ്ച കാണാൻ 8 നൂറ്റാണ്ടുകൾ പിന്നിടേണ്ടി വരും. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. രാജാക്കാട് ക്രിസ്തുജ്യോതി പബ്ലിക് സ്കൂളിൽ നടന്നു വന്നിരുന്ന ചൈനീസ് കുംഫു ബ്ലാക്ക് ബെൽറ്റ് ക്യാമ്പ് സമാപിച്ചു. ഇന്റർനാഷണൽ ഇൻസ്ട്രക്ടർ KB ജോൺസന്റെയും ഇൻസ്ട്രക്ടർ പുഷ്പാകരന്റെയും നേതൃത്വത്തിലാണ് ക്യാമ്പ് നടന്നത്. പ്രചാരമേറിയ പ്രധാന ആയോധന കലകളിലൊന്നായ ചൈനീസ് കുംഫു പരിശീലനം ഇന്ത്യയിലെങ്ങും നടന്നുവരുന്നത് ഇന്റർനാഷണൽ ഇൻസ്ട്രക്ടർ KB ജോൺസന്റെ നേതൃത്വത്തിലാണ്. ഇടുക്കി ജില്ലയിലെ ആദ്യകാല പരിശീലന കേന്ദ്രങ്ങളിലൊന്നാണ് രാജാക്കാട്ടിൽ ഇൻസ്ട്രക്ടർ പുഷ്പാകരന്റെ നേതൃത്വത്തിലുള്ള ക്ലാസ്. പരിശീലനം നേടിയവർക്ക് ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റിന് മുന്നോടിയായാണ് രാജാക്കാട് ക്രിസ്തുജ്യോതി പബ്ലിക് സ്കൂളിൽ വെച്ച് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിൽ പങ്കെടുത്ത മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കും ടെസ്റ്റിൽ വിജയിച്ചവർക്കും ബെൽറ്റുകളും ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. പെൺകുട്ടികളടക്കം നിരവധി പേരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. ആയോധന കല ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ വേണ്ടിയുള്ളതല്ലെന്നും സ്വയരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യമെന്നും ഇന്റർനാഷണൽ ഇൻസ്ട്രക്ടർ KB ജോൺസൺ, ഇൻസ്ട്രക്ടർ പുഷ്പാകരൻ എന്നിവർ പറഞ്ഞു. ഡിവിഷൻ, രാജാക്കാട്. മരിയൻ കോളേജ് കുട്ടിക്കാനം ഓട്ടോണമസ് സംഘടിപ്പിക്കുന്ന ഇന്റർ കോളേജിയേറ്റ് മേള സഹ്യ 2026 ജനുവരി 7 ആരംഭിക്കും. കോളേജ് മാനേജർ ഫാദർ ബോബി അലക്സ് മണ്ണംപ്ലാക്കൽ മേള ഉദ്ഘാടനം ചെയ്യും.
ജനുവരി 7, 8, 9 തീയതികളിലായി നടക്കുന്ന ഫെസ്റ്റ് സൂപ്പർ ഹീറോസ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന പ്രമേയത്തിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉദ്ഘാടന ദിനത്തിൽ നീതി നിർവഹണത്തിലെ അസമത്വങ്ങൾ എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന പാനൽ ചർച്ചയിൽ മാധ്യമ, ഭരണനിർവഹണ, പൊതുസേവന മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കും. 3 ദിവസങ്ങളിലായി നടക്കുന്ന ഫെസ്റ്റിൽ കേരളത്തിലുടനീളമുള്ള കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ വിവിധ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കും. മാനേജ്മെന്റ്, സോഷ്യൽ വർക്ക്, ടെക്, മീഡിയ, ടൂറിസം, വാണിജ്യ, ശാസ്ത്ര, സാമ്പത്തിക, സാംസ്കാരിക, സാമൂഹിക മേഖലകൾ തിരിച്ചുള്ള മത്സരങ്ങൾ മേളയിലുണ്ടാകും. സഖ്യ എന്ന് പറയുന്നൊരു സ്റ്റുഡൻസിന്റെ ഫെസ്റ്റാണ്, സ്റ്റുഡൻസ് ഓർഗനൈസ് ചെയ്തത്. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇരിക്കാൻ ആഗ്രഹിക്കാതിരുന്നത് പോലും ഞാൻ ഇവരോടും പറഞ്ഞിരുന്നു, ഞങ്ങളല്ല ഇത് ചെയ്യേണ്ടത്, സ്റ്റുഡൻസ് ആണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമ്മുടെ ഈ പ്രത്യേകിച്ച് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ വന്നതിൻ്റെ ഒരു വെളിച്ചത്തിൽ കുട്ടികൾക്ക് സ്കിൽ ഡെവലപ്മെൻറ്റിനാണ് ഇന്ന് പ്രാധാന്യം നൽകുന്നത്. ഇതിൻ്റെ അകത്ത് 11ഓളം അലൻ്റെ നേതൃത്വത്തിലുള്ള 11ഓളം കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ട്. അവരെല്ലാവരുമാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ക്ലബ്സ് ആൻഡ് അസോസിയേഷൻസ് ഇൻചാർജ് അങ്ങനെയുള്ളവരൊക്കെയാണ്. ഫാക്കൽറ്റി മെമ്പേഴ്സായിട്ട് 4 പേര് ഇതിൻ്റെ അകത്തൊരു സപ്പോർട്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് കുട്ടികൾ ക്ലാസ് റൂമിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഇവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഇവരുടെ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. പ്രശസ്ത ഗായിക അഞ്ജു ജോസഫ് നയിക്കുന്ന സംഗീത നിശ, JRK ടീം അവതരിപ്പിക്കുന്ന മ്യൂസിക് ബാൻഡ്, ഫിസിക്സ് വിഭാഗത്തിലെ കുട്ടികൾ സംഘടിപ്പിക്കുന്ന ശാസ്ത്ര പ്രദർശനം എന്നിവ മേളയിലെ പ്രത്യേക ആകർഷണങ്ങളാണ്. ബഹുമാനപ്പെട്ട ബോബി അച്ഛൻ തന്നെയാണ് ഇനാഗ്രേഷൻ ചെയ്യുന്നത്. അതിനോട് തുടർന്ന് 11 മണി തൊട്ട് ഒരു പാനൽ ഡിസ്കഷനാണ്. മീഡിയ പേഴ്സൺസ്, അതേപോലെ ജുഡീഷ്യറി പേഴ്സൺസ്, അങ്ങനെയുള്ള സമൂഹത്തിലായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആക്ടിവിസ്റ്റ്, അങ്ങനെയുള്ള ഒരു 4-5ഓളം പാനലിസ്റ്റുകളാണ് നമുക്കതിലുള്ളത്. ദെൻ നമ്മുടെ പാനൽ ഡിസ്കഷൻ്റെ ടോപ്പിക്ക് അൺഈവൻ ജസ്റ്റിസ് എന്നുള്ളതാണ്. നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സഖ്യയുടെ തീമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പാനൽ ഡിസ്കഷനോടുകൂടിയാണ് നമ്മുടെ ഇവന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വിവിധ മത്സരങ്ങൾക്കൊപ്പം സിപ്പ് ലൈൻ, കയാക്കിംഗ്, ബർമ ബ്രിഡ്ജ്, സ്പൈഡർ നൈറ്റ് തുടങ്ങിയ സാഹസിക വിനോദങ്ങളും എല്ലാ ദിവസവും ഉണ്ടായിരിക്കും. സിപ്പ് ലൈൻ, ബർമ ബ്രിഡ്ജ് എന്ന ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. സ്റ്റോൾസ്, എക്സിബിഷൻസ്, ഫുഡ് സ്റ്റോൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, സ്റ്റുഡൻസിനായിട്ടും പബ്ലിക്കിനായിട്ടും. ഇതാണ് സഖ്യ 26. ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും അവരുടെ ഫെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഇവിടെ 12 ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പോൾ ഈ 12 ഡിപ്പാർട്ട്മെന്റ്സും ഒരുമിച്ചാണ് ഈ ഫെസ്റ്റ് നടത്തുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്നതാണെങ്കിലും സഖ്യ ദ കോമൺ ഫെസ്റ്റ് അങ്ങനെയാണ് പറയുന്നത്. കാരണം ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സ് ഒരുമിച്ചൊരു ഫെസ്റ്റ്. അപ്പം കോളേജസിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുവാണെങ്കിലും എല്ലാ ഡൊമൈനിൽ നിന്നുള്ള സ്റ്റുഡൻസിനും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. വാർത്താ സമ്മേളനത്തിൽ കോളേജ് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ തോമസ് എബ്രഹാം, പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ അജിമോൻ ജോർജ്, ഫാക്കൽറ്റി കോർഡിനേറ്റേഴ്സ് മിസ് ജൂജി ജോർജ്, ഡോക്ടർ പ്രിജിൽ മാത്യു, സ്റ്റുഡന്റ് ജനറൽ കോർഡിനേറ്റർ അലൻ സുഭാഷ്, ഇവന്റ് കോർഡിനേറ്റർ ലെന എൽസ മാത്യു എന്നിവർ നേതൃത്വം നൽകും. ആദ്യത്തെ 2 ദിവസങ്ങളിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുന്നതാണ്. ഫെസ്റ്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് sahyafest.in എന്ന വെബ്സൈറ്റിലൂടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സിറ്റി വിഷൻ, പീരുമേട്. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 12,725 രൂപ, പവന് 1,01,800 രൂപ, വെള്ളി ഗ്രാമിന് 271 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൂന്നാർ നടയാർ എസ്റ്റേറ്റിൽ കാട്ടാനാക്രമണം. കാട്ടാനാക്രമണത്തിൽ ഓട്ടോറിക്ഷയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. പീരുമേട് ഏലപ്പാറയിലും കാട് കയറാതെ കാട്ടാന ഭീതി പരത്തുന്നു. ഇടമലയിലേക്കുള്ള റോഡിൽ തമ്പടിച്ച് കുഞ്ഞുങ്ങളുമായി കാട്ടാനക്കൂട്ട്. ഇടുക്കി സീറ്റിനെ ചൊല്ലി ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങൾ അടിസ്ഥാനരഹിതമെന്നും അനാവശ്യമെന്നും KPCC സെക്രട്ടറി MN ഗോപി. ചില സ്ഥാനാർത്ഥി മോഹികൾ മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന വിവാദം. കട്ടപ്പന നഗരസഭ
നഗരസഭയുടെ കീഴിലുള്ള ടൗൺ ഹാൾ നവീകരിച്ചത് അഴിമതിക്ക് വേണ്ടിയാണെന്ന ആരോപണവുമായി CPI പ്രാദേശിക നേതൃത്വം. വിജിലൻസ് അന്വേഷണം വേണമെന്നും CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഗിരീഷ് മാലിയിൽ. അടിമാലിയിൽ നിന്നും വൈസന്മാലി മുട്ടുകാട് ഭാഗത്തേക്ക് രാത്രി 7:30-ക്കുണ്ടായിരുന്ന KSRTC ബസ് സർവീസ് പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തം. കോവിഡ് കാലത്ത് നിലച്ചുപോയ ബസ് സർവീസ് പിന്നീട് പുനരാരംഭിക്കുന്നതിന് നടപടി സ്വീകരിച്ചില്ല. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.